CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർക്കെതിരായ ആരോപണങ്ങൾ വ്യാജമെന്ന് അജിത് കുമാർ. മുൻ MLA ആയ തന്റെ പിതാവിന്റെ പേരിൽ 2020 വരെ തന്റെ മാതാവ് PK ശ്രീമതിക്ക് പെൻഷൻ ലഭിച്ചിരുന്നു. തന്റെ അമ്മയുടെ പേര് ഉപയോഗിച്ചാണ് ടീച്ചർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിൽ ടീച്ചർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അജിത് കുമാർ പറഞ്ഞു. ബന്ധപ്പെട്ട് ടീച്ചർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കാരണം 2023 വരെ 2020 വരെ എൻ്റെ അമ്മ പെൻഷൻ പിടിച്ചിരുന്നു. എൻ്റെ അമ്മയുടെ പേര് PK ശ്രീമതി. പേരിൻ്റെ ഒരു സാമ്യം മാത്രമാണ് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറും എൻ്റെ അമ്മയും തമ്മിലുള്ളൂ. അപ്പം എൻ്റെ അച്ഛൻ്റെ പേര് PR കൃഷ്ണൻ, കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു 2 തവണ. ഒന്ന് തിരുവച്ചിയിലും കേരള നിയമസഭയിൽ കുന്നംകുളത്തും MLA ആയിരുന്നു. അപ്പോൾ ആ പെൻഷൻ അമ്മയ്ക്ക് അർഹതപ്പെട്ട പെൻഷൻ അമ്മ വാങ്ങിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കൃത്യമായിട്ട് 2020 ഫെബ്രുവരി 23 വരെ വാങ്ങി. അതിനുശേഷം അമ്മ മരിച്ചപ്പോൾ എൻ്റെ സഹോദരനും ഞങ്ങൾ അത് ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ കൺസേൺഡ് അതോറിറ്റിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ വാങ്ങിയപ്പോൾ പിന്നെ വേറെ ആളത് വാങ്ങി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മീഡിയ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ശ്രീമതി ടീച്ചറുടെ പേരിൽ ഇത് ചെയ്ത് വളരെ തെറ്റാണ്, അനീതിയാണ്, വളരെ മോശമായിട്ടുള്ള സംഗതിയാണ്. ടീച്ചർ ഇതിന് നിയമ നടപടി എടുക്കുകയാണെങ്കിൽ ടീച്ചർക്ക് അതിന് ബന്ധപ്പെട്ട രേഖകൾ, എൻ്റെ അമ്മ പെൻഷൻ വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ടീച്ചറുടെ കൂടെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഞങ്ങൾ 5 മക്കളുടെ ഞങ്ങൾ തയ്യാറാണ്.